ബീഹാർ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 6-നും 11-നുമായി 2 ഘട്ടം വോട്ടെടുപ്പ്, കൂടാതെ 14-ന് വോട്ടെണ്ണൽ എന്ന തരത്തിലേക്കാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ നമുക്കറിയാം, മുന്നണികൾ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. വോട്ടർ അധികാർ യാത്ര, ഒപ്പം തന്നെ പല പദ്ധതികൾ പ്രഖ്യാപിക്കൽ, അത് NDA സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട്. ബൽറാം, ഇതിലിപ്പോൾ നിതീഷ് കുമാർ എന്താകും? അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാകുമോ NDA സഖ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ചോദ്യം അത് പ്രധാനമല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ RJDക്ക് വലിയ ആത്മവിശ്വാസത്തോടെ അവർ പറയുന്നുണ്ടായിരുന്നു തേജസ്വി യാദവ് ആകും അടുത്ത ബീഹാർ മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ NDAയുടെ പ്ലാൻ എങ്ങനെയാണ്? പോരാട്ടം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കുമോ ഇത്തവണയും? അനുജ, ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടുക നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമാണ്. NDA നേതാക്കൾ, BJPയുടെ പ്രധാന നേതാക്കൾ എല്ലാം തന്നെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഏറെ സങ്കീർണമാണ് ഇത്തവണ ബീഹാറിലെ സാഹചര്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ നിതീഷ് കുമാറിന്റെ പാർട്ടിയായ JDUവിനെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം കുറച്ച് കഠിനം തന്നെയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടർച്ചയായി അധികാരത്തിലുള്ള നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എതിരായി ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. വികസനമില്ലായ്മ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ബീഹാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി അല്ലെങ്കിൽ JDU നേതൃത്വം നൽകിയ NDA മുന്നണി, ആ JDUവിൽ നിന്നും നേതൃത്വം കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ BJP ഏറ്റെടുക്കുന്നതാണ് കണ്ടത്. ഈ മുന്നണിക്കുള്ളിൽ രണ്ടാമത്തെ വലിയ പാർട്ടിയായി നിതീഷ് കുമാർ ചുരുങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചുരുങ്ങിയെങ്കിലും BJP അദ്ദേഹത്തോട് തന്നെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു. അത് സംസ്ഥാനത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഉയർത്തിപ്പിടിക്കാൻ തലപ്പൊക്കമുള്ള ഒരു നേതാവ്, നിതീഷ് കുമാറിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണയും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതോടൊപ്പം കൗതുകകരമായ ഒരു കാര്യം എന്നുള്ളത്, കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം, അത് ഏറെ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന ഒരു ഘട്ടമായിരുന്നു. അതിൽ ഏറ്റവും അവസാനത്തെ പ്രചരണത്തിൽ നിതീഷ് കുമാർ താൻ ഇനി മത്സരരംഗത്തേക്കില്ല എന്ന വൈകാരികമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടം വരെയും അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നീട് സംസാരിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അദ്ദേഹം മത്സരിക്കും എന്ന് തന്നെയാണ് നിലവിലുള്ള സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും പോരാട്ടം എന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. അദ്ദേഹം മത്സര രംഗത്തുണ്ടാകുമോ എന്നൊക്കെയുള്ളതിൽ കുറച്ചുകൂടി വ്യക്തത വരാനിരിക്കുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നവംബർ 6-നും 11-നും 2 ഘട്ടമായി. നവംബർ 14-ന് വോട്ടെണ്ണൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.